പ്രിയപ്പെട്ടവരെ, ഒരു പ്രധാന വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. ചികിത്സയ്ക്കെത്തിയ ഹൃദ്രോഗിയായ വയോധികൻ കടുത്ത അവഗണന നേരിട്ടുവെന്ന് പരാതി. കൊല്ലം പുനലൂർ ആശുപത്രിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ആയൂർ സ്വദേശി 80-കാരൻ 4 ദിവസം വരാന്തയിൽ കിടന്നുവെന്നാണ് ആരോപണം. 3 ദിവസം സ്ട്രെച്ചറിലും കിടക്കേണ്ടി വന്നു. പ്രാഥമിക ചികിത്സകൾ മാത്രമാണ് ലഭിച്ചതെന്ന് സദാനന്ദൻ പിള്ള പറയുന്നു. പിന്നീട് ഡോക്ടർ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും സദാനന്ദൻ പിള്ള റിപ്പോർട്ടറിനോട് പറഞ്ഞു. വയോധികൻ ആശുപത്രിയിലെ തറയിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് അവിടുത്തെ മെഡിക്കൽ അഡ്മിഷൻ വാർഡിൽ കിടക്കുന്നതാണ്. ധാരാളം രോഗികളെ ഇങ്ങനെ അഡ്മിഷൻ വാർഡിന്റെ തറയിൽ കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഗോപാൽ ശീലാസനലുണ്ട്. ഗോപാൽ ശീലാസനൽ, നമുക്ക് ആദ്യം അവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. എനിക്ക് അന്നേരം ഒരു ശ്വാസം മുട്ട് തന്നെ, അത് ഭയങ്കരമായ അപ്പോഴേ ഞാൻ മരിക്കും എന്നുള്ള ഇതായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടു. ആദ്യം എടുക്കുന്ന ECG എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്റേ എടുക്കാൻ അകത്തോട്ട് കയറാൻ പറയാം. അങ്ങനെ പിന്നെ ഒരു വിവരവും എനിക്കറിയത്തില്ല. പിന്നെ അവിടെ നിന്നൊക്കെ എന്നെ അവിടെ നിന്ന് കൊണ്ട് തള്ളി വാർഡിലോട്ട് അങ്ങോട്ട് മാറ്റി അവിടെ കിടത്തിയിരുന്നു. ഓരോരുത്തർ വന്ന് നോക്കുന്നു പോകുന്നു ഇങ്ങനെ വരുന്നതല്ലാതെ ട്രീറ്റ്മെൻ്റൊന്നുമില്ല. 3 ദിവസവും സ്ട്രക്ചറിനകത്താണ്. അതായത് നമ്മുടെ ഈ ഉരുട്ടിക്കൊണ്ടുപോകുന്ന സ്ട്രെച്ചറിൽ കിടക്കുക. 3 ദിവസം അത് കംപ്ലീറ്റ് കിടന്നു. 4 രാവിലെ ഒരു 9 മണിയായപ്പോൾ എന്നെ എടുത്ത് താഴെ കിടക്കാൻ പറയാം. അങ്ങനെ താഴെ കിടന്നു. 5 ഞാൻ അങ്ങ് താഴെ വാർഡിലേക്ക് കൊണ്ടുപോയി. രാത്രിയിലാണ് പോകുന്നത്. അപ്പോൾ കട്ടിൽ കിട്ടിയോ? 5-ാമത്തെ ദിവസം കട്ടിൽ കിട്ടി. അവിടെ ചെന്നപ്പോൾ കട്ടിൽ കിട്ടി. അതായത് ഗോപാൽ ശിലാസനൽ, നമ്മൾ ഇദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ആദ്യത്തെ ദിവസം അഡ്മിഷൻ വാർഡിൽ പോയപ്പോൾ കട്ടിൽ കിട്ടിയില്ല. അഡ്മിഷൻ വാർഡിൽ നിന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ബെഡ് കിട്ടുന്നത്. പക്ഷെ അതിന് 4 ദിവസം എടുത്തു. അത്രയും ദിവസം തറയിൽ കിടക്കേണ്ടി വന്നു, സ്ട്രെച്ചറിൽ കിടക്കേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില? അദ്ദേഹത്തിന് ചികിത്സ കൊടുത്തിട്ടാണോ മടക്കി വിട്ടത്? ഗോപാൽ ശിലാസനൽ, എന്താണ് ആരോപണം? ഡോക്ടർ അരുൺ, ഇക്കഴിഞ്ഞ ഒക്ടോബർ 25-ാം തീയതിയാണ് ആയൂർ അർക്കന്നൂർ സ്വദേശിയായ 80-കാരൻ സദാനന്ദൻ പിള്ളയ്ക്ക് ഹൃദ്രോഗ സംബന്ധമായ അസുഖം ഉണ്ടാകുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഹൃദയാഘാതമാണെന്നും അടിയന്തര സ്വഭാവത്തോടു കൂടി തന്നെ ക്രിട്ടിക്കലായ കണ്ടീഷനാണ് എന്നും അതുകൊണ്ട് തന്നെ വേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ റഫറൻസ് ലെറ്റർ നൽകുകയും മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തു. വൈകുന്നേരത്തോടു കൂടി എത്തിച്ചെങ്കിലും കാര്യമായ പരിശോധനയൊന്നും തന്നെ അദ്ദേഹത്തിന് നടത്തില്ല. ആദ്യം ECGയും പിന്നീട് ഒരു എക്സ്റേയും എടുത്തു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ആരെങ്കിലും എപ്പോഴെങ്കിലും വന്നൊന്ന് നോക്കും, ആ പൾസ് നോക്കും, ഒന്ന് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കും, അതിനുശേഷം വീണ്ടും മടങ്ങിപ്പോകും എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലേക്കുള്ള പരിഗണനയോ പരിശോധനയോ ലഭിച്ചില്ല എന്ന ആരോപണമാണ് അദ്ദേഹം നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇദ്ദേഹത്തെ അവിടെ ആംബുലൻസിൽ കൊണ്ടുചെന്ന് ഇറക്കിയതിനു ശേഷം തകരത്തിൻ്റെതായിട്ടുള്ള സ്ട്രെച്ചറിലാണല്ലോ നമ്മൾ ആ ഉള്ളിലേക്ക് കിടത്തിക്കൊണ്ട് പോകുക. ആ സ്ട്രെച്ചറിൽ തന്നെയാണ് അദ്ദേഹം 3 ദിവസം ആ അഡ്മിഷൻ വാർഡിൻ്റെ വരാന്തയിൽ കഴിച്ചു കൂട്ടിയത്. അദ്ദേഹത്തിനോട് പലതവണ ഇറങ്ങി താഴെ കിടക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഒരു തരത്തിലും എഴുന്നേൽക്കാനോ ശ്വസിക്കാനോ പോലും പറ്റാത്ത തരത്തിലേക്കുള്ള മെഡിക്കൽ കണ്ടീഷൻ ആയതിനാൽ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയില്ല. തറയിൽ കിടന്നാൽ താൻ മരിച്ചു പോകുമെന്ന് തോന്നിയാൽ തന്നെ നിർബന്ധം പിടിച്ച് ആ സ്ട്രെച്ചറിൽ അനങ്ങാനോ തിരിയാനോ പറ്റാതെ 3 ദിവസം അദ്ദേഹം ആ വഴിയരികിൽ കിടന്നു. എന്നാൽ 4-ാമത്തെ ദിവസമായപ്പോൾ 2-3 നഴ്സുമാർ വന്ന് നിർബന്ധിച്ച് നിങ്ങൾ താഴെ കിടന്നേ പറ്റൂ, ഈ സ്ട്രെച്ചർ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ നിർബന്ധിച്ച് പിടിച്ച് താഴേക്ക് വെറും നിലത്തേക്ക് കിടത്തുകയായിരുന്നു. ആ ഒരു ദിവസം, അതായത് 4-ാം ദിവസം മുഴുവനായും അദ്ദേഹം നിലത്ത് തന്നെയാണ് കിടന്നത്. അദ്ദേഹത്തെ കൊണ്ടുപോയ നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ സംഘടനയിലെ ചെറുപ്പക്കാരും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിനൊരു ചെറിയ പായും ഒരു തലയിണയും വാങ്ങി. അതിനുശേഷം 5-ാം ദിവസമാണ് അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റുന്നത്. 5-ാം ദിവസം ഉച്ചയോടുകൂടി വന്ന് ഡോക്ടർ പറഞ്ഞു, മതി, ഇന്ന് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ രോഗം എന്താണെന്നോ രോഗത്തിൻ്റെ അവസ്ഥ എന്താണെന്നോ ഹൃദ്രോഗമാണെന്നോ അല്ലെന്നോ ഒന്നും തന്നെ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഒരറിയിപ്പും തന്നെ ഔദ്യോഗികമായിട്ടോ അല്ലാതെയോ നൽകിയില്ല. കുറച്ച് മരുന്ന് നൽകി, നിങ്ങൾ വീട്ടിൽ പോയി ഒരാഴ്ച പുറത്തിറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരുന്നോളൂ എന്ന തരത്തിലേക്ക് അത് മാത്രം പറഞ്ഞ് അദ്ദേഹത്തെ ഉച്ചയോടുകൂടി അവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്ടർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നിലത്ത് കിടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ആ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിരവധി പേരാണ് ആ വരാന്തയിൽ തൂണുകൾക്ക് സമീപമായി നിലത്ത് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. ഓക്കെ, ഇതൊരു നിത്യകാഴ്ചയാണ്. അഡ്മിഷൻ വാർഡിലേക്ക് പോയാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അവിടെ ഈ രോഗികളെ കിടത്താൻ വേണ്ടുന്ന ആവശ്യം ബെഡുകൾ ഈ അഡ്മിഷൻ വാർഡിലില്ല. 28-ാമത്തെ വാർഡിൽ നമ്മൾ പോയാൽ മിക്കവാറും ഈ കാഴ്ച കാണാം. പക്ഷെ അവിടെ നിന്ന് അവരെ മറ്റ് വാർഡുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വാർഡുകളിൽ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലെല്ലാം ബെഡുകൾ അവർക്ക് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം. ഞങ്ങളും ഒരു അന്വേഷണം നടത്തി. യഥാർത്ഥത്തിൽ തീരാ ദുരിതത്തിൽ തന്നെയാണോ
മെഡിക്കൽ കോളേജിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ആ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര നിലവാരത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ